15 വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിക്ക് അവൾക്ക് ഇഷ്ടമുള്ള പുരുഷനെ കല്യാണം കഴിക്കും. 15 അല്ല, 9 വയസ്സ്. 15 എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വാർത്ത വന്നത്. 15 എന്താ വാർത്ത? സാധാരണ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് ഋതുമതിയാവുന്നത്, മെൻസസ് ആവുന്നത് 9 വയസ്സ് 10 വയസ്സിലാണ്. അതെ അതെ. 15 എന്ന് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു. അതെ. പക്ഷേ സുപ്രീം കോടതി ആ വിധി പുറപ്പെടുവിക്കാൻ ആധികാരികമാക്കിയ പ്രശസ്തമായ ഒരു മുഹമ്മദിയൻ ലോ സംബന്ധിച്ച്, മുസ്ലിം നിയമം സംബന്ധിച്ച് ഒരു ആധികാരിക ഗ്രന്ഥമുണ്ട്. അത് കോട്ട് ചെയ്തിട്ടാണ് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് BV നാഗരത്നയും R മഹാദേവനും ഉൾപ്പെടുന്ന ബെഞ്ച് ഇപ്പോൾ സിനു പറയാൻ പോയ വിധി പുറപ്പെടുവിച്ചത്. അതിനകത്ത് ആർട്ടിക്കിൾ 195 195, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോസ് എന്നൊരു പുസ്തകം, അത് ആധികാരിക ഗ്രന്ഥമാണ്. അത് എഴുതിയത് സർദിൻ ഷാ ഫർദുഞ്ചി എഴുതിയിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ എന്ന് വെച്ചാൽ മുഹമ്മദൻ നിയമത്തിൻ്റെ തത്വങ്ങൾ. അതിലെ ആർട്ടിക്കിൾ 195 പറയുന്നത് എന്താണെയോ, ഒരു പെൺകുട്ടി ഋതുമതിയായാൽ, അതായത് പ്രത്യുൽപാദന ശേഷിയുണ്ട്, അതാണല്ലോ ഋതുമതി അല്ലെങ്കിൽ മെൻസസ് ആവുക എന്ന് പറഞ്ഞാൽ, ഋതുമതിയായാൽ അവൾക്ക് അപ്പോൾ കല്യാണം കഴിക്കാം. അത് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ 15 വയസ്സിൽ കല്യാണം കഴിക്കാം. ഇപ്പം സുപ്രീം കോടതി പറഞ്ഞ 15 വയസ്സ് മാത്രം എടുത്ത് കാണിക്കുകയല്ല, അങ്ങനെയല്ല. ആർട്ടിക്കിൾ 195 പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോയിൽ പറയുന്നത് ഋതുമതിയായാൽ, അല്ലെങ്കിൽ അത് ഋതുമതിയായി എന്ന് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ല എങ്കിൽ 15 വയസ്സിൽ. അപ്പോൾ ഒരു ഭാഗം മാത്രം എടുക്കണ്ട, 15 വയസ്സല്ല. അപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് 9ാമത്തെ വയസ്സിൽ മെൻസസ് ആയാൽ അവൾക്ക് അപ്പോൾ കല്യാണം കഴിക്കാം, സുപ്രീം കോടതി വിധി പ്രകാരം. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പ്രായപൂർത്തി വിവാഹാവകാശം 18 വയസ്സെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു. ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുണ്ട്. അവർ പറഞ്ഞു, അല്ല, ഇത് നമ്മുടെ നാട്ടിൽ പോക്സോ എന്നൊരു നിയമമുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായി സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും ക്രിമിനൽ കുറ്റമാണെന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം. ആ നിയമം നിലനിൽക്കെ എന്ന് പറഞ്ഞത് ഈ ബാലാവകാശ കമ്മീഷന്റെ വക്കീലിനെ സുപ്രീം കോടതിയിലെ ഈ ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാർ ഓടിച്ചിട്ട് അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. ഈ നാട്ടിലെ കഠിനമായ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കൂടി പരിഗണിക്കണം. എനിക്ക് പിടികിട്ടിട്ടില്ല കേട്ടോ, എന്താണ് ഈ കഠിനമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ. കോടതി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ടത്തെ പോലെ പെൺകുട്ടികൾക്ക് വേറെ പള്ളിക്കൂടമില്ല, ആൺകുട്ടികൾക്ക് വേറെ പള്ളിക്കൂടമില്ല, മിക്സഡാണ്. പിന്നെ കുട്ടികൾക്ക് അട്രാക്ഷനൊക്കെ ഉണ്ടാവും, ഓക്കെ എന്ന് പറഞ്ഞ് അട്രാക്ഷനൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് പോക്സോ നിയമപ്രകാരം രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കുറ്റകരമാണ്, അല്ലേ? അതെ. അത് ശിക്ഷാർഹമാണ്, ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണ്. അപ്പോൾ പറയാണ് മുസ്ലിം നിയമത്തിൽ ഇങ്ങനെയാണ്. അത് ഈ മാധ്യമങ്ങൾ 15 വയസ്സെന്ന് വ്യാഖ്യാനിക്കാൻ ഇത് 16 വയസ്സും 21 വയസ്സും ഉള്ള 2 പേരുടെ കേസാണ്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി 21 വയസ്സുകാരനെ കല്യാണം കഴിച്ച് അവൻ്റെ കൂടെ പോയി താമസിച്ചു. ഉടനെ കുട്ടികളുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ സമീപിച്ചു. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് 16 വയസ്സേ ഉള്ളൂ, ഇവൻ ആ കുഞ്ഞിനെ പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി. മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ പോലും മുസ്ലിം അപ്പനും അമ്മയ്ക്കും മാതാപിതാക്കൾക്ക് ബോധവും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ, എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു പറ്റിച്ച് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് അവൻ്റെ വീട്ടിൽ. അതുകൊണ്ട് കോടതി ഇടപെട്ട് ഇത് പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ്, അവനെ ചാർജ് ചെയ്യണം, അവനെ അകത്താക്കണം, എൻ്റെ മകളെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ഉടനെ ഹരിയാന പഞ്ചാബ് ഹൈക്കോടതി പറഞ്ഞു, അതൊന്നും ശരിയാവത്തില്ല, അത് ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെ വകുപ്പുണ്ട് എന്ന് പറഞ്ഞു. വിവാഹം കഴിച്ചാണ്, അത് പോക്സോ നിയമമൊന്നും ഇതിന് ബാധകമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഇതിനെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ, നോക്കൂ, ആ പേരൻസിന് വേണ്ടി കോടതി പോയത് ബാലാവകാശ കമ്മീഷനാണ്. ബാലാവകാശ കമ്മീഷനെ സുപ്രീം കോടതി പറയാനിനി ബാക്കിയൊന്നുമില്ല. നിങ്ങൾ നാട്ടിലെ യാഥാർത്ഥ്യം, എനിക്കറിയില്ല നാട്ടിലെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിം ജനസംഖ്യ കൂടി വരുന്നതാണോ, അവർക്ക് വലിയ പൊളിറ്റിക്കൽ പവർ ഉള്ളതാണോ എന്നൊക്കെ ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ കുറ്റം പറയാൻ പാടില്ല. അവരൊരു വോട്ട് ബാങ്ക് ആയതാണോ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ നേരത്തെ കോടതി ജഡ്ജ്മെൻറ്റിൽ പറയുന്ന പോലെ ആണും പെണ്ണും ഇടകലർന്ന് പഠിക്കുന്നു, കോ എഡ്യൂക്കേഷൻ ഉണ്ട്, ആ കുട്ടികൾക്ക് ആകർഷണം, അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികൾ ആകർഷിക്കപ്പെടും, അതൊക്കെ ശരിയായിരിക്കാം. ആ യാഥാർത്ഥ്യമാണോ എന്നറിയില്ല. ഏതായാലും അങ്ങനെയാണ്. അവസാനം എന്ത് പറ്റി?
വീട്ടുകാർ പോക്സോ കേസ് കൊടുത്തു. ഈ പ്രതി ഹൈക്കോടതി ചെന്നപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞു അതൊന്നും നിൽക്കത്തില്ല, പോലീസ് പ്രൊട്ടക്ഷനും ഇല്ല, അവർക്ക് ഒരുമിച്ച് താമസിക്കാം. അപ്പോൾ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന നിയമത്തിൽ നിന്ന് മുസ്ലിം സമുദായം ഒഴിവായിപ്പോയി അല്ലേ? അതെ, അതായത് മാതാപിതാക്കളുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണെന്ന് പറഞ്ഞ് ഇവർ കോടതിയെ സമീപിച്ചാൽ മതി. ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന അവരോടൊരു മര്യാദയില്ലാതെ കോടതി ഇടപെടുകയും അവരെ ഓടിക്കുകയും നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഇടപെടാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മുസ്ലിങ്ങളുടെ കാര്യമല്ലേ? മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മുസ്ലിം നിയമമാണ് പാലിക്കേണ്ടതെന്ന് കോടതി പറഞ്ഞാൽ ഇന്ത്യയിൽ താലിബാൻ ഭരണം വന്നോ? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് സാധനമില്ലേ? അതെ. അപ്പോൾ ഈ വന്ന് നമ്മുടെ രാജ്യത്തെ കോടതികൾ പോലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ കാര്യത്തിൽ അവരുടെ നിയമം പാലിക്കണമെന്ന് പറയാം. പക്ഷേ മേരി റോയ് കേസിൽ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ. മേരി റോയ് കേസിൽ എന്താ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത്? കാനോനിക നിയമമൊന്നുമല്ല, ഇന്ത്യയിലെ ഇന്ത്യൻ നിയമമാണെന്ന് പറഞ്ഞു അല്ലേ? അതെ. എന്നിട്ടിപ്പോൾ ഇത്തരം ഒരു കേസ് വന്നപ്പോഴത്തേക്ക് പറയുകയാണ് സർദിൻ ഷാ ഫർദുൻജിയുടെ നിയമത്തിലെ ആർട്ടിക്കിൾ 195 പറയുന്ന പ്രകാരമുള്ള വ്യവസ്ഥ മുസ്ലിങ്ങൾക്ക് ബാധകമാണ്. അപ്പോൾ ഇതേ കോടതി തന്നെ പലവട്ടം സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. ജോൺ വള്ളമറ്റം കേസിൽ, സർള മുക്തൽ കേസിൽ സുപ്രീം കോടതി എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിലെ വിവിധ സർക്കാരുകളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരാത്തത്? അത് കൊണ്ടുവരണം. ഓരോ മതത്തിനും ഓരോ നിയമം പാടില്ല. ഇത് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളതാണ് പൊതു സിവിൽ നിയമം UCC കൊണ്ടുവരിക എന്നുള്ളത്. UCC കൊണ്ടുവരണമെന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ മാത്രം ആവശ്യമല്ല. കാലങ്ങളായി ഇന്ത്യയിലെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പൊതു സിവിൽ നിയമം കൊണ്ടുവരണം. ഹിന്ദുക്കൾക്ക് നിയമം കൊണ്ടുവന്നു അല്ലേ? ഹിന്ദു കോഡ് കൊണ്ടുവന്നു, ഹിന്ദുക്കളെ ചതിക്കാൻ വേണ്ടി കൊണ്ടുവന്ന. ക്രിസ്ത്യാനികൾക്ക് പിന്നെ ഇപ്പോൾ കാനോനിക നിയമം സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ മറ്റേ മേരി റോയുടെ കേസ് വന്നപ്പോൾ അതിൽ തീരുമാനമായി. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വ്യക്തി നിയമമാണ് പ്രധാനമെന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്ക് ഈ ബാലാവകാശ കമ്മീഷൻ ഈ കോടതിയുടെ മുമ്പാകെ കെഞ്ചി. അതായത് ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, വ്യക്തി നിയമം, അതായത് 18 വയസ്സ് കഴിയാതെ വിവാഹം പാടില്ല, ലൈംഗിക ബന്ധം പാടില്ല എന്നുള്ളത് പോക്സോ നിയമപ്രകാരം, ഇന്ത്യൻ ക്രിമിനൽ നിയമപ്രകാരം ഒക്കെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് പരിഗണിക്കുമ്പോൾ ഈ വ്യക്തി നിയമം ആണ് പരിഗണിക്കേണ്ടത്, ആണോ പരിഗണിക്കേണ്ടത് എന്ന വിഷയം വിശാലമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വെക്കണം, തുറന്നു ഓപ്പണാക്കി വെക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അവർ മുസ്ലിങ്ങളാണ്. അവർ മുസ്ലിങ്ങളായതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തൊരു നാടാണിത്! വന്ന് ആളുകളെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് നമ്മുടെ നീതിപീഠത്തിലെ ചില ആളുകൾ മാറിയിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഇതിനകത്ത് നിയമപ്രശ്നമൊന്നും ഇല്ലെന്ന്. അതായത് നമ്മുടെ നാട്ടിൽ വിവാഹപ്രായം 18 വയസ്സിൽ താഴെയുള്ള ഒരാളെ സമ്മതത്തോടു കൂടി ലൈംഗിക വീഴ്ചയ്ക്ക് ഇരയാക്കിയാൽ പോലും റേപ്പാണെന്നാണ് ഇന്ത്യയിലെ ശിക്ഷാ നിയമം പറയുന്നത്. അത് മുസ്ലിം നിയമപ്രകാരം ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ എങ്ങനെ ശരിയാവും? ഇത് രണ്ടും വൈരുദ്ധ്യമില്ലേ? ആ നിയമപ്രശ്നം ഒന്ന് ചർച്ച ചെയ്യണമെന്ന് ദേശീയ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ബെഞ്ച് പറയാം അതിനകത്ത് നിയമപ്രശ്നമൊന്നുമില്ല. അതായത് ആർക്ക്? ഒരു ക്രിസ്ത്യാനി ആണ് 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയുമായി ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവൻ പ്രതിയ. ഒരു ഹിന്ദു ആണെങ്കിൽ അവൻ പ്രതിയ, സിഖുകാരനാണെങ്കിൽ അവൻ പ്രതിയ, ബൗദ്ധനോ ജൈനനോ ആണെങ്കിൽ അവൻ പ്രതിയ. പക്ഷേ മുസ്ലിം ആണെങ്കിൽ ഒരു നിയമപ്രശ്നമില്ല. ഇന്ത്യ, ചിലരൊക്കെ പറയാറില്ലേ, നമ്മൾ പറയും ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമാണ്, ഹിന്ദുക്കളാണ് 80% എന്നൊക്കെ പറയുമെങ്കിൽ ഇന്ത്യ പതുക്കെ ഇസ്ലാമിക രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അരു നിൽക്കുന്ന തരത്തിലാണ് നമ്മുടെ നീതിപീഠത്തിൽ നിന്ന് ദൗർഭാഗ്യകരമായ ചില വിധികൾ വരുന്നത്. ഇതിനകത്ത് നോക്കൂ, പെൺകുട്ടികൾക്ക് അവർ ഓരോ വ്യക്തികളല്ലേ. അതെ, നിങ്ങൾ ഈ പറയുന്ന ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻസ് ലോയിലെ 195 ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഈ വിധി എന്ന് സുപ്രീം കോടതി പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. അവിടെ 15 പോലും വേണ്ട സിനു. അതിന് എന്ന് പെൺകുട്ടികൾക്ക് പ്രത്യുൽപാദന ശേഷി എന്ന് പറഞ്ഞാൽ ഋതുമതിയാവുന്നു അന്ന് കല്യാണം കഴിക്കാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാട്ടിൽ ഒരു നമ്മൾ ഈ ഇന്നത്തെ തലമുറയനുസരിച്ച് കഴിക്കുന്ന ആഹാരം ഒക്കെ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന കുട്ടികൾ വളരെ നേരത്തെ ആവുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു കുട്ടി 6 വയസ്സിലോ 7 വയസ്സിലോ ആയാൽ 8 വയസ്സിലായാൽ അവർക്കപ്പോൾ കല്യാണം കഴിക്കാം.
അവളെ അല്ലെ കല്യാണം കഴിപ്പിച്ചിരിക്കണം. ഇത് പ്രാകൃതമായ അറബ് ലോകത്തെ നൂപുർ ശർമ്മ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ നിയമ സംവിധാനം അതിന് നിർഭാഗ്യവശാൽ കൂട്ടുനിൽക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം പിന്തിരിപ്പനായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു വിധിയാണിത്. ഒരു പെൺകുട്ടി അവൾക്ക് പഠിക്കണം, അവൾക്ക് വലിയ ഡിഗ്രികൾ കിട്ടണം, അവൾക്ക് ജോലി നേടണം, അങ്ങനെ അവളൊരു സ്വതന്ത്ര മനുഷ്യ ജീവിയായി അല്ലേ, ഒരു ഹ്യൂമൻ ബീയിങ് ആയി ഈ ലോകത്ത് ചിറക് വിരിച്ച് പറന്നു നടക്കേണ്ട ഒരു പെൺകുട്ടിയെ ഏത് ചെറിയ പ്രായത്തിലും കല്യാണം കഴിക്കാം, അതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഈ വിധി അഫ്ഗാനിസ്ഥാനിലെ ഒരു കോടതിയിൽ നിന്നല്ല, നമ്മുടെ കോടതിയിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റിസ് നാഗരത്നയെക്കുറിച്ച് ഞാൻ നോക്കി. ആദരണീയായ ജഡ്ജിയാണ്. അവർ 2008 ഫെബ്രുവരി 8 മാത്രമാണ് ജുഡീഷ്യൽ സർവീസിലേക്ക് കയറുന്നത്. ഇന്ത്യയിലെ മുൻ ചീഫ് ജസ്റ്റിസായിരുന്ന ES വെങ്കിട്ടരാമയ്യയുടെ മകളാണ്. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, മലയാളി കൂടിയായ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ചീഫ് ജസ്റ്റിസായിരിക്കുന്ന സമയത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരം കൊളീജിയമായിരിക്കണം ആണ് നാഗരത്ന ചീഫ് ജസ്റ്റിസായത്. നാഗരത്നയുടെ പല വിധികളും പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. മുമ്പ് ഒരിക്കൽ അഭിഭാഷകരെല്ലാവരും കൂടെ ചേർന്നിട്ട് കർണാടകയിലാണെന്ന് തോന്നുന്നു ജസ്റ്റിസ് നാഗരത്നയെ തടഞ്ഞു വയ്ക്കുകയുണ്ടായി. അതോടുകൂടിയാണ് വലിയ ശ്രദ്ധ, നാഗരത്ന എന്നുള്ള പേര് വലിയ തോതിൽ പുറത്തേക്ക് അറിയാം. ഇന്ത്യയിലെ മുഴുവൻ ഹൈക്കോടതികളായിട്ട് എത്രയോ ജഡ്ജിമാരുണ്ട്. അങ്ങനെയാണ് നാഗരത്ന വലിയ തോതിൽ വാർത്തകളിൽ വന്നത്. പിന്നെ വിവാദം ഉണ്ടാവുന്ന പലരും നെറ്റിച്ചുളിക്കുന്ന ഒട്ടേറെ വിധികൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കാര്യം, ഈ നാഗരത്ന 2021 ഓഗസ്റ്റ് 31 സുപ്രീം കോടതിയിലേക്ക് ജഡ്ജിയായത്. 2027 ഒക്ടോബർ 29 ജസ്റ്റിസ് നാഗരത്ന ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകും. അതുകൂടെ പറയണം. പക്ഷേ അത് 36 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.